നമുക്കിപ്പോ ഒരു അതിഥിയുണ്ട്. സുല്ലേട്ടാ വാ. ആതിഥേയനാണ്. അതെ, തൃശ്ശൂർക്കാരുടെ സ്വന്തം സുല്ലേട്ടൻ എന്ന് വേണം പറയാൻ. ഇവിടുത്തെ അതിഥിയല്ല. എങ്ങനെയുണ്ട് ഉത്സവം? അടിപൊളി കലോത്സവം അല്ലേ? തൃശ്ശൂർ എപ്പോഴും വരുമ്പോ നമുക്ക് വേറൊരു വൈബാണ്. തൃശ്ശൂര് വൈബിന്റെ അല്ല ഞാൻ ചോദിച്ചത്. ഈ നമ്മുടെ ഈ ചാനലുകാര് ഇത്ര ആക്റ്റീവായതിനു ശേഷം കലോത്സവത്തിന്റെ ഒരു ലെവല് മാറിയിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ കലോത്സവത്തിന്റെ ഒരു പ്രോഗ്രാം പിറ്റേ ദിവസം പത്രം വായിക്കുമ്പോഴാണ് ജനങ്ങളറിയുക. പിന്നെ നേരിട്ട് വന്നവർക്ക് കണ്ടവരും പിന്നെ അതുകൂടെ പിറ്റേ ദിവസം പത്രത്തിൽ വായിച്ചിട്ട് നമുക്കൊരു മൂഡാവുന്ന നമുക്ക് അതിൻ്റെ ഒരു മൂഡ് മനസ്സിലാവും പത്രത്തിൽ വായിച്ചിട്ട്. അത് എഴുത്തുള്ളവൻ്റെ ഗുണം പോലെ ഇരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ ചാനലുകാരൊക്കെ വളരെ ആക്റ്റീവായിട്ട് പിന്നെ അത് പെർഫോം ചെയ്ത് കാണിക്കുന്നു. പിന്നെ അതിന് പുറമെ ഈ ബാക്കിയുള്ള മറ്റെല്ലാ അനുബന്ധ പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ വീട്ടിലിരിക്കുന്നവന് ഇരിപ്പുറയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ അവരെ മുഴുവൻ ഇളക്കി ഇവിടേക്ക് കൊണ്ടുവരാൻ ഇവിടെ എന്തോ വലിയ സംഭവം നടക്കുന്നുണ്ടെന്നൊരു തോന്നൽ എല്ലാവർക്കും. ആ വലിയ സംഭവം നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല. വലിയ സംഭവം നടക്കുന്നവർക്ക് ജനങ്ങളെ ഇങ്ങനെ ഓടിയെത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അതിൽ നമ്മുടെ മീഡിയ പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയും വളരെ വലിയ ഹൈപ്പർ ആക്റ്റീവായി മാറിക്കഴിഞ്ഞു. അപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ ജനങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളും കൂടിയാണ്. രാവിലെ ഇവന്റെ പെർഫോമൻസ് കണ്ട് ഞാൻ ഇവന്റെ തിയേറ്റർ ആർട്ടിസ്റ്റാണുള്ള എനിക്ക് നേരത്തെ അറിയണ്ടായിരുന്നില്ല. ഉറക്കം സ്വപ്നം കാണുന്നതും ഒപ്പനക്കാർ വന്ന് വിളിച്ചുണർത്തുന്നതും ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അഭിനയം അറിയാലോ എന്ന് മനസ്സിലായി. സംഗതി കറക്റ്റാണ്. ഇവൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. തൃശ്ശൂരിൽ പഠിച്ചതാണ് നാടകം. തൃശ്ശൂരിൽ പഠിച്ചാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു സ്ക്രീൻ പ്രസൻസ് കിട്ടി കഴിഞ്ഞാൽ അഭിനയിച്ച് മരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അല്ല, അഭിനയം ഒരു വലിയൊരു കാര്യമാണ്. ഞാൻ പിന്നെ എന്താണ് തെരുവ് നാടകങ്ങളിൽ കുറേ അഭിനയിച്ചിട്ടുള്ള ആളാണ്. 87-ലും 89-ലൊക്കെ തെരുവ് നാടകങ്ങളിൽ അഭിനയിക്കാൻ അന്ന് പിന്നെ തെരുവ് നാടകം വലിയൊരു സംഭവമാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് തെരുവ് നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഗതിയാണ്. അപ്പോൾ അന്ന് ഈ തിയേറ്റർ ആർട്ടിസ്റ്റിനോടൊക്കെ ഭയങ്കര താല്പര്യം. അതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചത് നോട്ട് ചെയ്തിട്ടാണെങ്കിൽ ഈ കലോത്സവ നഗരിയിലേക്ക് എത്തുമ്പോൾ ഏത് വേദിയിൽ പോയി എന്ത് പെർഫോം ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുക? എനിക്ക് താല്പര്യം പെർഫോം ചെയ്യാൻ താല്പര്യം നമുക്ക് അറിയുന്ന പരിപാടിയാണ് നമുക്ക് പറ്റുക. അപ്പോൾ അത് നമുക്ക് പ്രസംഗ മത്സരമായിരിക്കും നമുക്ക് താല്പര്യം. പിന്നെ എനിക്കിഷ്ടം മോണാക്ട്. അതുപോലെ തന്നെ പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്വതവേ കാണാൻ പറ്റാത്ത കുറേ കലാരൂപങ്ങളുണ്ട്. ഇപ്പോൾ ചവിട്ട് നാടകം, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ചവിട്ട് നാടകം, അപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഈ ഗോത്ര കലകളുടെ പെർഫോമൻസ് ഇതൊന്നും നമുക്ക് ഇവർക്ക് കുട്ടികൾ അതൊക്കെ നന്നായി ആഴത്തിൽ പഠിച്ച് അത് മംഗലംകളി മാത്രം. ഇന്നിപ്പോ പിന്നെ പല ഗോത്ര മലപ്പുലയാട്ടം അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഈ പൊടി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത്തരം പെർഫോമൻസ് ഒക്കെ കാണാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അങ്ങനെയുള്ള പെർഫോമൻസ് കാണുന്നതാണ് കുറച്ചും കൂടി രസം. എനിക്ക് ചുമ വരും. ഓക്കെ, അതിവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് ചേച്ചിമാരെ. ഓരോ തവണയും ഓരോ ദിവസം കലോത്സവം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അത് എങ്ങനെയാണ് ആ ഭാഗം മുഴുവൻ വൃത്തിയാക്കി പുതിയ കലോത്സവത്തിന് തയ്യാറാവുക. നീറ്റാക്കിയിട്ടാണ്. അപ്പോൾ ഇവിടെ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പോൾ കണ്ടില്ല, ഇവിടെ അവരൊക്കെ നമ്മൾ നമിക്കേണ്ടതാണ്. കാരണം രാവിലെ വന്ന് ഒരു പൊടി പോലും ഇല്ലാതെ കുട്ടികൾക്ക്, എനിക്ക് തന്നെ പൊടി പോയിച്ച് ഭയങ്കര പ്രശ്നമാണ്. ഇവിടുത്തെ ആ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ ചൂടും പൊടിയും മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു ഭാഗമാണ്. ആ പൊടിയിലും ചൂടിലൊക്കെ നിന്ന് ഈ കലോത്സവം ആസ്വദിച്ചു പോകുമ്പോഴാണ് തൃശ്ശൂർ പൂരം ആസ്വദിക്കുന്ന പോലെ തന്നെയാണ് ഇത്. തൃശ്ശൂർ ആസ്വദിക്കാനും കഷ്ടപ്പെട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. കഷ്ടപ്പെടാണ്ട് തൃശ്ശൂർ പൂരം ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഈ കലോത്സവത്തിൽ 25 വേദിയിലേക്ക് ഇങ്ങനെ അലഞ്ഞ് നടക്കുക. പിന്നെ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വേദികളൊക്കെ തൃശ്ശൂർ റൗണ്ടിൽ തന്നെ. ഇപ്പോൾ ഈ തെങ്ങാട് മൈതാനത്ത് തന്നെ 4-5 വേദികളുണ്ട്. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന സ്കൂളുകളിലൊക്കെയാണ് മിക്കവരെല്ലാ വേദികളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഗുണം, നാട്ടുകാർക്ക് അധികം അലയേണ്ടി വരില്ല. എല്ലാം അടുത്തടുത്തുള്ളതുകൊണ്ട് വരുന്നവർക്കൊക്കെ പോവാം. പിന്നെ കുട്ടികൾക്ക് ഇവിടെ വന്നപ്പോൾ തൃശ്ശൂർ വരുമ്പോൾ അവർക്ക് ഒരു വലിയൊരു വൈബാണ്. കാരണം അവർക്ക് കേട്ടുപരിചയം മാത്രം ഉണ്ടായിരുന്ന തൃശ്ശൂരിലെ ഈ ഒരു തെങ്ങാട് മൈതാനവും അമ്പലവും പിന്നെ ഇവിടുത്തെ കലാരൂപങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഇവിടുത്തെ ചെണ്ടമേളവും അങ്ങനെ പലതുണ്ടല്ലോ. തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം തൃശ്ശൂർ എപ്പോഴും ഉണ്ടാവാറുണ്ട്.
അതെ, സുനിലേട്ടൻ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. ഞാനൊരു തൃശ്ശൂർക്കാരിയാണ് കേട്ടോ. അതെ, എന്റെ വീട് കോടന്നൂരാണ്. നമ്മുടെ സ്ഥലമാണല്ലോ. അതെ, നമ്മുടെ സ്ഥലം തന്നെ. ആ, കോടന്നൂർക്കാരൊക്കെയാണല്ലോ മലയാളത്തിലുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിലെ ആൾക്കാർ ഇഷ്ടംമാരുണ്ട്, തൃശ്ശൂരുകാർ ഒരുപാട് പേരുണ്ട്. ഇഷ്ടംമാരുണ്ട്. ഇപ്പൊ ഞാനേ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഐറ്റം തന്നു കഴിഞ്ഞാൽ ഏതാ പെർഫോം ചെയ്യാൻ ആഗ്രഹം. ഇപ്പൊ കലോത്സവം ഒരു വിഷയമാക്കിയിട്ട് പ്രസംഗ മത്സരത്തില് VS സുനിൽകുമാറിനെ മത്സരാർത്ഥിയായി കൊണ്ട് വേദിയിൽ നിർത്തിയാൽ എങ്ങനെ പ്രസംഗിക്കും? അതൊക്കെ ഒരു വലിയ ചോദ്യമായിട്ട് അങ്ങനെയൊന്നും തന്നെ കൊണ്ട് പ്രസവിപ്പിക്കല്ലേ. അതൊക്കെ അതിപ്പോൾ ഞാൻ പെട്ടെന്ന് പ്രസംഗിക്കാന്ന് പറഞ്ഞാൽ 1957 മുതൽ ആരംഭിച്ചിട്ടുള്ള അതിൻ്റെ ചരിത്രം മുതൽ അതിലിടപെട്ടിട്ടുള്ള ചിത്ര നമ്പൂതിരിപ്പാടിനെ പറ്റിയും അച്ചുമനെ പറ്റിയും പിന്നെ ആ പെർഫോമൻസിലൂടെ രംഗത്ത് വന്നിട്ടുള്ള ലോകം മുഴുവൻ അറിയപ്പെട്ട ജയന്തനെ പറ്റിയും യേശുദാസിനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങോട്ട് പ്രസംഗിക്കും. ഇത് എങ്ങനെ പ്രസംഗിക്കുക വെച്ചാൽ ഭയങ്കര മോശമായിരിക്കും ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചാൽ. അപ്പോൾ ഈ പ്രസംഗത്തിന് നമ്മളങ്ങനെ രണ്ട് രീതിയിൽ പ്രസംഗമുണ്ട്. നമ്മൾ പറയുക ഈ മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ അകലെന്ന് കട വാങ്ങണോ അടുത്തുനിന്ന് കട വാങ്ങണോ ചോദിക്കില്ലേ. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിച്ച പ്രസംഗത്തിനാണ് അകലെന്ന് കട വാങ്ങാന്ന് പറയുക. അപ്പോൾ ഈ പ്രസംഗ മത്സരമാകുമ്പോൾ നമ്മൾ വളരെ ഷോർട്ടായി വളരെ ക്രിസ്പിയായി അതേസമയത്ത് എന്താ പറയുക വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാന്നുള്ളതാണല്ലോ പ്രസംഗത്തിൻ്റെ ഏറ്റവും അട്രാക്ഷൻ. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളതും ഒക്കെയാണ് പ്രസംഗത്തിൻ്റെ ഒരു ശൈലി. അല്ലെങ്കിൽ അതിൽ ആളുകൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻഫർമേറ്റീവ് ആവുക. അപ്പോൾ ഏറ്റവും ഇൻഫർമേറ്റീവായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിൻ്റെ ശൈലി, ശബ്ദവിന്യാസത്തിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു നല്ല പ്രസംഗത്തിന് ആളുകൾ അളക്കുന്നത്. പക്ഷെ പൊതുവേദിയിൽ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ EMSൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ EMS വിക്കലുണ്ടായിരുന്ന ആളാണ്. പക്ഷേ EMS പ്രസംഗിക്കുമ്പോൾ 10,000-കണക്കിന് ആളുകൾ കൂടിയിരുന്നു. അപ്പോൾ ചില ആളുകൾ എന്ത് പറയുന്നു, പ്രസംഗം എന്ന് പറയുന്നത് ഇത്തരം വേദികളിൽ പ്രസംഗം ഒരു കല മാത്രമായിട്ട് മാറുമ്പോൾ രാഷ്ട്രീയ വേദികളിലേക്ക് വരുമ്പോൾ കല മാത്രമല്ല നിലപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആളുകളെ പിന്നെ ക്രൗഡ് പുള്ളേഴ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നത് അവർ ഗംഭീരമായി പ്രസംഗിക്കുന്നു. ഇപ്പൊ സുകുമാറായി മോണാക്ട് വലിയ താല്പര്യം എന്ന് പറഞ്ഞല്ലോ സുനിലേട്ടൻ. അപ്പൊ ഒരു മോണാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആള് നമുക്ക് ഒപ്പം എത്തിയിട്ടുണ്ട്. മോണാക്ടില് സ്റ്റേറ്റില് കണ്ണൂർ കലോത്സവം നടക്കുമ്പോൾ അവൻ സ്റ്റേറ്റില് ഗ്രേഡ് ഉണ്ടായിരുന്നതാണ്. നിരഞ്ജൻ കൃഷ്ണ. അവൻ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ മോഡൽ മറ്റേ ഇവിടുത്തെ വിവേകോദയ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ അവൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ മോണക്കിനോട് അങ്ങനെ ഒരു താല്പര്യം കൂടി ഉണ്ട്. ഞാൻ കുട്ടിയെ പരിചയപ്പെട്ടിരുന്നു. ഉത്തരല്ലേ? 4 തവണ A ഗ്രേഡ് കിട്ടിയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ആള് പുലിയാണ്. സ്കൂൾ ഏതാണ്? GHSS പുത്തൂർ വടകര സ്കൂള്. ഓക്കെ, അപ്പൊ ഒരു മോണാക്ട് പെർഫോമൻസ് കണ്ടാലോ? ഇന്നല്ലേ മത്സരം? അപ്പൊ ഇന്നൊരു എന്താ പറയാ നമ്മുടെ രീതിയിൽ പറഞ്ഞ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ? ഇന്ന് അവിടെ കാണിക്കാൻ പോണ കാണിക്കണേട്ടാ. സാമ്പിള് മാത്രം മതി. ചവിട്ട് കിട്ടിയത് ഒരു പെണ്ണിന്റെ അടുത്തുനിന്നാ. വേദനിച്ചു, വല്ലാണ്ട് വേദനിച്ചു. ഇനി എന്ത് വില കൊടുത്തു എനക്ക വേദന മാറ്റണോ? അധികാരി ആരെന്നോൾ അറിയണം. കോയാ ഇവിടെ എനക്ക് വേണ്ട തോന്നിയ ഓൾഡ തീയ കുന്നുമക്കണാരനെ പൂമാതേ പൊന്നമ്മ. അല്ല എന്താ എന്തിനെ കഴുത്ത് കയറി പിടിക്കുന്ന? വിട്ട് എന്നെ വിട്ടാനോ പറഞ്ഞേ? എന്നെ വിട്ട് ജാനകി. വേണ്ട, വയറും തലയും കയറി മുറിച്ച് ചെറിയന്റെ വെറും നിലത്ത് വെള്ള പതപ്പിച്ച് കിടത്തുന്ന തീയന്റെ ശവോ എനിക്ക് കാണണ്ട. വേണ്ട, ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കൂല. എന്റെ തീയൻ തൂങ്ങിയതല്ല, തൂക്കിയതാണേ. അതാരാ ചെയ്തെന്നു ജാനയ്ക്കറിയാ. കുട്ടപ്പ പറടാ, ഇനി നീ നേര് പറ. അടിപൊളി പെർഫോമൻസ്. ശരിക്ക് ആ ഭാവമാറ്റങ്ങളുണ്ടല്ലോ. ഭാഷയും ആ ഒരു കണ്ണൂരിന്റെ ഒരു ആർജവുള്ളൊരു തരം ഭാഷ ഉണ്ടല്ലോ. അത് ചോർത്തിക്കളയാണ്ട് തന്നെ അഭിനയിച്ചു ഗംഭീരായി. ഭയങ്കര വൈബല്. എന്ത് പെടാ പിള്ളേരെ ഒരു 5 മിനിറ്റിൽ അവര് വേറൊരു ഭാവത്തിലേക്ക് പോവുകയാണ്. വേറൊരു പിന്നെ ഞാൻ നോക്കുമ്പോ
വളരെ ക്യൂട്ട് ഫേസ് ഒക്കെ ആയിട്ട് വന്ന് പിന്നീട് അങ്ങനെ ആ ഒരു അതൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ്. ഇനി എല്ലാ വേദിയിൽ പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതും അങ്ങനെ തന്നെയാണ്. എല്ലാവരും നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്.